ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. 2 ദിവസമായി ഗൈസ് വെളിയിൽ ഇറങ്ങിയിട്ട്. ഞാൻ ഇപ്പോൾ കാറിൽ വന്നിങ്ങനെ നോക്കിയപ്പോഴാണ് 10-ാം തീയതിയിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ കാറിൽ വന്നിരിക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായത് 2 ദിവസമായി ഞാൻ വീട്ടിന് വെളി ഇറങ്ങിയിട്ട്. ഇന്നെന്ന് പറയുമ്പോൾ 12-ാം തീയതി ആയി. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഷാസ് പോയതിന് ശേഷം ഒരു ദിവസം എന്തോ ഞാൻ ഇറങ്ങിയെന്ന് തോന്നുന്നു പുറത്ത്. അതിന് ശേഷം പിന്നെ ഇറങ്ങിയിട്ടില്ല. സോ ഞാൻ വർക്കൗട്ടൊക്കെ തുടങ്ങി ഗൈസ്. ഇപ്പോൾ രാവിലെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് ഞാൻ കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് എൻ്റെ കഷ്ടപ്പാടുകളാണ് അതിൽ കാണുന്നത്. ഇന്ന് തന്നെ ലെഗ് ഡേ ആയിരുന്നു. അപ്പോൾ അത് സ്ട്രെച്ച് ചെയ്തപ്പോൾ ഞാൻ നിലവിളിയും കൊലവിളിയായിരുന്നു. ട്രെയിനർ തന്നെ പറഞ്ഞ് ഇങ്ങനെ നിലവിളിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അവയെന്തോ കൊലയാളിയാണെന്നുള്ളൊരു രീതിയിലുള്ളൊരു ഇത് വരും. ആ രീതിയിലായിരുന്നു ഗൈസ്. ബോഡിയൊക്കെ അത്രയും സ്റ്റിഫാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഗൈസ്, അത്രയും കഷ്ടപ്പാട് വെറുതെ എന്തിനാണ് കാണുന്നത്? നിങ്ങളെൻ്റെ കഷ്ടപ്പെടുന്നൊരു ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്തായാലും വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷെ ഡെയിലി വർക്കൗട്ട് ഇടുന്നില്ല ഗൈസ്. അത് ബോറാണ്. എനിക്ക് തന്നെ ബോറടി. രാവിലെ ജിമ്മിലോട്ട് മറ്റേ ക്യാമറയൊക്കെ ആയിട്ട് പോകുന്നത് ഒന്നാമത് റെഡിയായിട്ട് പോകാൻ നല്ല മടിയാണ്. അപ്പോഴാണ് ഇനി ഞാൻ ക്യാമറയും കൂടെ കൊണ്ടുപോയി വ്ളോഗും കൂടെ എടുക്കുന്നത്. രാവിലെ ട്രെയിനർ വന്ന് വിളിച്ചെണീപ്പിക്കുന്നത് കൊണ്ട് രാവിലെ എണീച്ച് പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് ഞാൻ ഒരു എത്ര മാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് പയ്യെ ആ ഒരു മടി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു പ്രോപ്പർ ജിമ്മിലോട്ട് കയറാമെന്നുള്ളൊരു പ്ലാനാണ് ഗൈസ്. അതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗും വലിയ പരിപാടികളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഞാൻ വളരെ ബ്ലാങ്ക് ആയിട്ട് അങ്ങ് ഇറങ്ങുകയാണ്. ഇന്നൊരു പാർസൽ അയക്കാനുണ്ട്. പക്ഷേ അതൊരു ഫോൺ ഒരു ഫ്രണ്ടിന് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊറിയർ വഴി അയക്കണം. യൂസ്ഡ് ഫോണാണ് ഗൈസ്. പക്ഷേ അവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഒരു പിങ്ക് നത്തിങ്ങിൻ്റെ ഫോൺ. സോ പിന്നെ എന്തെങ്കിലും ഒരു കോഫി കുടിച്ചാലോ എന്നുള്ളൊരു ആലോചനയുണ്ട് കഫിക്കാനയിൽ പോയിട്ട്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു പയ്യൻ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു കഫിക്കാനയിൽ. എന്നെ ചോദിച്ചു എന്തൊക്കെ ട്രൈ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലിസ്റ്റ് എടുത്തു. പക്ഷേ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞാൽ നല്ല അടിപൊളി സർവീസും സ്റ്റാഫിൻ്റെ പെരുമാറ്റമൊക്കെ നല്ലതായിരുന്നു. ഫുഡും കുഴപ്പമില്ല, അവന് ഇഷ്ടപ്പെട്ടു. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ അവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ ഈ റെക്കമെൻഡേഷൻ ആൾക്കാർക്ക് അത് വർക്കാവുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സജഷൻ. കഴിച്ച് ഞാനൊരു ഫുഡ് ബ്ലോഗറൊന്നും അല്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരു ഫുഡിയാണ്. അപ്പം ഞാനങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ കടയിലും ഓടിച്ചാടി നടന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് തോന്നുന്നു ഈ വ്ളോഗ് തുടങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുമല്ലോ, ഞാൻ ഭയങ്കര പിക്കി ഈറ്ററാണ് കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ അതിന്ന് അവൻ്റെ അടുത്തും പറഞ്ഞു. ഞാൻ എല്ലാ കടകളിലൊന്നും ഞാൻ അങ്ങനെ പോകാറുമില്ല, എല്ലാ ഷോപ്പിലൊന്നും. അപ്പം എനിക്ക് ചില സ്ഥലങ്ങളുണ്ട്, അവിടെയാണ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പം ചിലരൊക്കെ പറയാറുണ്ട് ഇതെന്തോ ഒരേ സ്ഥലത്ത് പോകുന്നത് റെപ്പറ്റേറ്റീവ് ആണ്. അല്ല, ഞാൻ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ലൈഫ് ജേർണൽ പോലെ തുടങ്ങിയ ഒരു സാധനമാണ്. അപ്പം അതിൽ പലർക്കും അത് വർക്കാവണമെന്നില്ല. അപ്പം ഞാൻ അത് വീണ്ടും പറയുകയാണ് ഗൈസ്. അപ്പം ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരെയും നിർബന്ധിക്കാറില്ല ഇത് കാണണമെന്നുള്ളത്. ബിക്കോസ് എനിക്കറിയാം, ഞാൻ തന്നെ എല്ലാ വ്ളോഗും ഒന്നും കാണാറുമില്ല. അപ്പം എനിക്കും ഉണ്ട് കുറേ ടേസ്റ്റും സംഭവങ്ങളും. ഞാൻ അത് ആദ്യമേ പറയുകയാണ്, ലൈക്ക് ഐ ആം ജസ്റ്റ് ഡോക്യുമെൻറ്റിങ് മൈ ലൈഫ്. ചില സമയത്തൊക്കെ എനിക്ക് നമ്മൾ ചെയ്തൊരു കാര്യം എടുത്ത് വെച്ച് തിരിച്ചു വെച്ച് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് വേണ്ടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് തന്നെ പ്രൈമറിലി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. ലൈക്ക് റെഗുലറായിട്ട് എനിക്കറിയാം ആരൊക്കെയാണ് മെസ്സേജ് ചെയ്യുന്നതെന്നും റെഗുലറായിട്ട് എനിക്ക് സജഷൻസ് അയക്കുന്നവരെയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അവരുടെ ആ ഒരു പോസിറ്റീവ് ഇത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. കുറേ നെഗറ്റീവ്സ് വരാറുണ്ട് ഗൈസ്. അപ്പൂപ്പനാണ്, മറ്റേതാണ്, മറിച്ചാണ് ഗൈസ്. അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുമല്ലോ, ഇപ്പോൾ താടി നരച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു 20s ഒരാളോ 30s ഒരാളോ ചെയ്യുന്ന സാധനങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ 40s ഒരാൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നുള്ളത്. പിന്നെ ലുക്ക് വെച്ചിട്ട് ആൾക്കാർക്ക് പേര് വിളിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമാണ് അത്. ജസ്റ്റ് ലൈക്ക് എന്തെങ്കിലും ഒരു കുറവ് അവർ നോക്കും, എന്തെങ്കിലും കുറ്റം പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ലുക്ക്, ഇല്ലെങ്കിൽ ആൾക്കാരുടെ സംസാരം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കണ്ടുപിടിക്കണം കുറ്റം. അത് പറഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സന്തോഷമാവും എന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഈ പറയുന്ന ആൾക്കാർ. അപ്പം അവർക്ക് ആ ഒരു നെഗറ്റിവിറ്റി ഒരാളെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ബി. എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ചെയ്യാറില്ല ആരെയും. ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതങ്ങ് ഇഗ്നോർ ചെയ്ത് വിടത്തേ ഉള്ളൂ. ബിക്കോസ് നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ ആ പാത്തിലാണ്. ലൈക്ക് ഒന്നാമത്തെ കാര്യം മേ ബി ദേ ആർ ലൈക്ക് വെരി വെൽ ഓഫ്, മനസ്സിലായി, നല്ല കാശുണ്ടാക്കിയിട്ടുണ്ടാവും ലൈഫിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു എന്റർടൈൻമെന്റും ഇല്ലാത്തതുകൊണ്ട് വെറുതെ വ്ളോഗൊക്കെ നോക്കിയിട്ട് കുറ്റം പറയുന്ന ആരെ കിട്ടുമെന്ന് നോക്കിയിട്ട് ചിലപ്പോൾ കുറ്റം പറയുന്നവരായിരിക്കാം. അത്രയും ഫ്രീ ടൈം ഉള്ളവരായിരിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പം ഒന്നും ആയിട്ടില്ലെങ്കിലും അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് ഞാനൊന്നും സക്സസ്ഫുൾ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഗൈസ്. യൂട്യൂബിൽ നമുക്ക് കിട്ടുന്ന വ്യൂസൊക്കെ ഞാൻ പറഞ്ഞില്ലേ, തുച്ഛമായ വ്യൂസാണ് ബാക്കി വെൻ കമ്പയർഡ് ടു അതേഴ്സ്. പക്ഷേ ഐ ആം ഗ്രേറ്റ്ഫുൾ ദാറ്റ് എനിക്ക്
സാധാരണ ഒരാൾ തുടങ്ങുന്നതിനും കാട്ടിയുള്ളൊരു റീച്ചും അക്നോളജ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കാണുമ്പോൾ ചിലർക്ക് അത് പിടിക്കാൻ ചാൻസ് ഇല്ല. അവർ ഉടനെ നോക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറയണമല്ലോ. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഡീമോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ കഷ്ടപ്പെട്ടാണ് ഒരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ ഇവന്മാരെ ഡീമോട്ടിവേറ്റ് ചെയ്യണമൊന്നുമില്ല. അല്ലാതെ തന്നെ എനിക്ക് നല്ല മടിയാണ് വ്ളോഗ് ഇടാനായിട്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരാളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യിപ്പിക്കാം. ഈ ഒരു ഇങ്ങനെയൊക്കെ കുറച്ച് താഴ്ത്തി കെട്ടിയുള്ള മെസ്സേജൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സംടൈംസ് ആൾക്കാരെ ഡീമോട്ടിവേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായിരിക്കും അവർ ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് പ്രൈമറിലി എനിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ വീണ്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഐ വിൽ ഡു ദിസ് ആസ് ലോങ് ആസ് ഐ എം ഫീലിംഗ് ഹാപ്പി. ഇത് ചെയ്ത് കിട്ടുന്ന ഒരു സന്തോഷവും, പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ കൂടെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കാം, അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കാണിക്കാം. ആൻഡ് എനിക്കെന്തോ നല്ലൊരു കംഫർട്ട് സ്പേസ് ആയിട്ട് വരുന്നുണ്ട് യൂട്യൂബ്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ റെഗുലറായിട്ട് ഇത് ഇടുന്നത് തന്നെ. ബിക്കോസ് ഞാൻ ഈ ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞ സാധനം തുടങ്ങിയത് തന്നെ ബിക്കോസ് എൻ്റെ നീസ് ഉണ്ടല്ലോ, അവളാണ് പറഞ്ഞത് വ്ളോഗ് അവൾ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളെ ഇടാതിരുന്നപ്പോൾ അവൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചോ, എനിക്ക് ഞാൻ വേറൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോട്ടിവേഷനിൽ ഞാൻ തുടങ്ങിയതാണ് ഈ ഡെയിലി വ്ളോഗ്. മനസ്സിലായി? ബിക്കോസ് കാണാനായിട്ട് ഞാൻ വേറെ ആരും അല്ല കേസ്, എൻ്റെ സ്വന്തം സിസ്റ്ററിൻ്റെ കുട്ടി അത് കാണുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ബിക്കോസ് അവരത് എന്നും കാണുന്നുണ്ട്. അവരെന്നും ഡെയിലി വൈകുന്നേരമൊക്കെ ആകുമ്പം എൻ്റെ അടുത്ത് പറയും അത് ഓൾറെഡി കണ്ടെന്ന് പറയുമ്പോൾ എനിക്കതൊരു സന്തോഷമാണ്. അതേപോലെ എൻ്റെ വ്ളോഗ് കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് കണ്ടിട്ട് തരുന്ന റെസ്പോൺസ് ധാരാളം എനിക്ക് മനസ്സിലായി. ഇപ്പം നെഗറ്റീവ് അടിക്കാൻ വരുന്നവന്മാർ നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല ഗൈസ്. ഐ ഡോണ്ട് കെയർ എ ഡാം. മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടും, നീ ഒന്ന് നെഗറ്റീവ് അടിക്കാൻ പോലും എൻ്റെ വീഡിയോ കാണണ്ട. അപ്പോൾ ഒരാളിപ്പം എന്തെങ്കിലുമൊക്കെ രീതിയിൽ ട്രൈ ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ആ ഒരു സാധനം ചെയ്തൊരാൾക്ക് കുറച്ച് സന്തോഷം കിട്ടുന്നതായിരിക്കാം. നിങ്ങൾക്കത് ക്രിഞ്ചാവാം, നിങ്ങൾക്കത് ചിലപ്പോൾ അത് എന്താ പറയുക റെപ്പറ്റേറ്റീവ് ആവാം, മറ്റേ മോണോട്ടോണസ് ആവാം. ഡസൻറ്റ് മാറ്റർ ഗൈസ്. അപ്പോൾ ആ ഒരാൾ അയാളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൽ ആരുടെയും വാലിഡേഷൻ നോക്കിയിട്ട് തുടങ്ങിയ ഒരു സാധനമല്ല ഇത് ഗൈസ്. സോ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി കച്ചകെട്ടിയിരിക്കുന്നവർക്ക് പറയാനുള്ളത് വെരി സോറി ഗൈസ്, ഞാൻ അതിലൊന്നും ബോധേഡാവാൻ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ചെയ്യുന്നത് മോസ്റ്റ്ലി എനിക്ക് വേണ്ടിയാണ്. നിങ്ങളിത് കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയണമെന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ സാധനം കുറച്ചെങ്കിലും പോസിറ്റിവിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ മാത്രം കണ്ടാൽ മതി ഗൈസ്. എനിക്ക് വലിയൊരു മാസിലോട്ട് എൻ്റെ ഈ നോർമലായിട്ടുള്ള എൻ്റെ ഡെയിലി വ്ളോഗ്സ് ഒന്നും എത്തിക്കണമെന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം ആ കൂടെ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്നവരും ഞാൻ ഈ ചെയ്യുന്ന എക്സ്പ്ലോറേഷൻ സീരീസോ ഫുഡ് സീരീസോ എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം കണ്ടാൽ മതി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ നെഗറ്റീവ് അടിക്കാൻ വരുന്നവർക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്, ഒരുപാട് ചാനൽസ് ഉണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല. ആൻഡ് ഐ എം ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദ പോസിറ്റീവ് തിങ്സ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഹാവ് എ ഗുഡ് ക്രൗഡ് ഓഫ് പീപ്പിൾ ഈ ഒരു ചാനലിൽ. ആൻഡ് എനിക്കറിയാം അവർ എന്തുമാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും. സോ അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് അടിക്കാൻ വരുന്നവന്മാരെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഗൈസ്. ആൻഡ് എനിക്കിത് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ജസ്റ്റ് ഒരു എന്താ പറയുമല്ലോ ഡിസ്ക്ലൈമർ ടു ഓൾ ദ നെഗറ്റിവിറ്റി ആൻഡ് ടോക്സിക് അടിക്കാൻ വരുന്നവന്മാർ. എനിക്കിതൊന്നും തിരിച്ച് ആ ഒരു രീതിയിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടൊന്നല്ല. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ നിങ്ങളല്ല. മനസ്സിലായില്ലേ? ഒരാൾക്കൊരു സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ താഴ്ത്തിക്കെട്ടി അവരെ ഡീമോട്ടിവേറ്റ് അല്ല ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരല്ല നമ്മൾ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ആൾക്കാരുടെ ഏജ് ഷെയ്മിങ്ങോ അല്ലെങ്കിൽ ആൾക്കാരെ എന്തെങ്കിലും കുറവ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതിനോ അല്ല കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെയ്യുന്ന കാര്യം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതിന് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സജഷനും കൂടെ തരണം. അല്ല വെറുതെ ഇരുന്ന ആൾക്കാരെ കുറ്റം പറയുന്നതിനല്ല കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഒന്നുകിൽ ക്രിട്ടിസൈസ് ചെയ്യണമേ ഈ സാധനത്തിനെ പറ്റി അറിവുള്ളവനായിരിക്കണം. ചുമ്മാ അവിടെ നിന്ന് കേട്ടത് വെച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നവരെയാണ് ഞാൻ കൂടുതലും ഈ ഇന്റർനെറ്റിൽ കണ്ടിട്ടുള്ളത്. ഈ ആൾക്കാരെ കളിയാക്കല്, ഒരുമാതിരി പേര് വിളിക്കല്, പിന്നെ എന്താ പറയാലോ ഒരാളെ ഡീമോട്ടിവേറ്റ് ചെയ്യല്. ഒരാളൊരു വ്ളോഗൊക്കെ ഓക്കെ, ചിലർക്ക് ഇത് പുച്ഛമായിരിക്കും. ഒരാൾ സോഷ്യൽ മീഡിയയിൽ റീൽ ചെയ്യുന്നതോ വ്ളോഗ് ചെയ്യുന്നതോ ഡസൻറ്റ് മാറ്റർ ഗൈസ്. നിങ്ങൾക്കത് സത്യം പറഞ്ഞാൽ ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് തന്നെ അറിയാം, വ്യൂസ് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കാണുന്നവരുണ്ടാവും. അപ്പം അവരെ നിങ്ങൾ എന്തിനാണ് പുച്ഛിക്കുന്നത്? ചിലപ്പോൾ അവരുടെ ടേസ്റ്റിന് ആ ഒരു കണ്ടന്റ് ചിലപ്പോൾ വർക്കാവുമായിരിക്കും. അപ്പം നിങ്ങൾ എന്തിനാണ്, നിങ്ങൾക്കിപ്പോൾ അത് താല്പര്യം ഇല്ലെങ്കിൽ ആ വന്ന വഴി അങ്ങ് പോവുക, കഴിഞ്ഞ കാര്യം. മനസ്സിലായില്ലേ? ബ്ലോക്ക് അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ കണ്ടില്ല കണ്ടന്റ് വരൂല. സോ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു മെന്റാലിറ്റി എടുക്കേണ്ട ഒരു സമയം കഴിഞ്ഞ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ എന്തായാലും ഒന്ന് പോയി ഈ കൊറിയർ അയച്ചിട്ട് ഒരു കോഫിയും കുടിക്കാന്നുള്ള പ്ലാനിലാണ്. ബാക്കി എന്തെങ്കിലുമൊക്കെ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. സോ ലെറ്റ്സ് സീ ഗൈസ്, കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ കഫിഖാനയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു കോഫിയും കുടിച്ചിട്ട്
വേറെ പ്ലാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈവനിങ് ആകുമ്പം ദിയ ഫ്രീ ആകുമ്പം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കോസ് കഫേയിൽ പോയി ഒന്നുകൂടി ആ മാംഗോ ടാക്കോ കൂടി കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. അവളോട് ചോദിക്കാം, അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോവാം. അപ്പോൾ എന്തായാലും ഗൈസ് കഫിക്കാനേ കയറട്ടെ. കോഫി കുടിച്ചിട്ടൊന്ന് എൻ്റെ ഈ എനിക്ക് വർക്കൗട്ട് ചെയ്തതിൻ്റെ ക്ഷീണമാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഒന്ന് ബോഡി റിലാക്സ് ചെയ്തെടുക്കണം ഗൈസ്. 2 മാസത്തിൽ എന്തായാലും എൻ്റെ ഹെൽത്ത് ഞാൻ സെറ്റാക്കി എടുക്കും. കയറിയിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ കഫിക്കാനകത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് സ്ഥിരം സാധനം കോഫി ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ. പക്ഷെ നല്ല ലെയർ സാധനം കേട്ടാ. കഫിക്കാനയുടെ മുതലാളിയെ കൊണ്ട് ക്യാമറ എടുപ്പിക്കുകയാണ് വ്ളോഗിനൊരു പുതുമ കിട്ടാൻ. കൊള്ളാം ഗൈസ്. അതും പിന്നെ നമ്മുടെ ബ്രോക്കലി വിത്ത് കോൺ ടാർ. ഇത് സ്ഥിരം സാധനമാണ്. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആയതുകൊണ്ടാണ് അത് എപ്പോഴും ഞാൻ ഓർഡർ ചെയ്യുന്നത്. നോക്കട്ടെ കോഫി വിത്ത് ക്രീം ശരിയായോ ഇല്ലേ എന്നുള്ളത് ടെസ്റ്റ്. കൊള്ളാം, സെറ്റായി. അത് നല്ല ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയതാണ്. കോഫിയും കോക്കനട്ട് വാട്ടറും കൂടെ ഉള്ളതുകൊണ്ട് നല്ല റിഫ്രഷിംഗ് ആണ് ഗൈസ്. ഗുഡ് ചോയ്സാണ്. ഞാൻ തന്നെ ഗുഡ് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടത്ത് കുടിക്കാൻ പറ്റിയൊരു ഗുഡ് ചോയ്സാണ് ഗൈസ്. ആൻഡ് മൈ ഫേവറേറ്റ്. പിന്നെ ഒറ്റ പ്രശ്നം തന്നെ ഈ ഒരു ക്യാമറ വെച്ച് മാക്രോ ലെൻസ് വയ്ക്കാതെ ഫോക്കസ് ആവില്ല. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ട്രൈ ദിസ്. കഴിച്ചിട്ട് വരാം ഗൈസ്. ഇവിടെ ആദ്യമായിട്ട് മാംഗോ മാച്ച പരീക്ഷിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മെനുവിലില്ല ഗൈസ്, അത് നമുക്ക് സ്പെഷ്യലാണ്. ഒന്ന് കലക്കിയിട്ട് കുടിക്കുക, അല്ലെങ്കിൽ എനിക്ക് മാംഗോ ജ്യൂസേ കിട്ടത്തുള്ളൂ. ഭയങ്കര ലൈറ്റാണ് അല്ലടാ. ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. വെള്ളം കൂടി പോയി. ആരടുത്താണ് ഞാൻ സംസാരിക്കുന്നത് വെച്ചാൽ മുതലാളിയും മാംഗോ മാച്ചയുടെ ക്രിയേറ്റർ. മാച്ച കൂടുതലും മാംഗോ കുറവും. അതുകൊണ്ട് ഈ പരീക്ഷണം നമുക്ക് ഐസ് മെൽറ്റായി. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മാംഗോ കുറച്ചുകൂടെ തിക്കായിരിക്കണം. കുറച്ചുകൂടെ എന്താണ് ഇൻറ്റൻസിറ്റി ഉള്ള മാംഗോ ആണെങ്കിൽ നൈസ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഇത് കൊള്ളാം. ഇത് മാച്ചയാണ് കൂടുതലും. ഇറ്റ്സ് ടു മച്ച് മാച്ച. മാംഗോ ഒരു ചെറിയ ലൈറ്റ് ഫ്ലേവർ ഉണ്ട്. പക്ഷെ അത് മാങ്ങ ഇഷ്ടമുള്ളവർക്ക് ഇത്തിരി അങ്ങോട്ട് ആ ഫ്ലേവർ കിട്ടൂല. ഇതൊരു പരീക്ഷണമായിരുന്നു ഗൈസ്. ജസ്റ്റ് ഒരു എനിക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു പരീക്ഷണം. പക്ഷെ അവരുടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ കുടിച്ച ഈ സാധനം അടിപൊളിയാണ്. കോഫി ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ. അത് കിഡിലാണ് ഗൈസ്. അതെന്തായാലും വന്ന് ട്രൈ ചെയ്യുക. അതും പിന്നെ മാച്ച ക്രീം വിത്ത് കോക്കനട്ട് വാട്ടറും ഉണ്ട്. അതും നൈസാണ്. ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ സംഭവമാണ്. ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏതെങ്കിലും നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ഇടാൻ ഗൈസ്. ഞാൻ എപ്പോഴും മറക്കും. ഞാൻ അങ്ങനെ കുറേ എടുക്കുന്ന ഫോട്ടോ ഒക്കെ ഇടാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ മിക്കപ്പോഴും ഞാൻ മറന്നു പോകും. സോ അതാണ് എൻ്റെ ഫോട്ടോ ഒക്കെ ഇടുന്നത്. സെറ്റ് ഓക്കെയാണ്. ഞാൻ ഇൻ ആക്ഷൻ. അപ്പോൾ എന്തായാലും വരാം ഗൈസ്. നമ്മളൊന്ന് കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. ബൈ ഗൈസ്. മഴ പെയ്യുന്നു. മഴയത്ത് ഒരാൾ ഓടി കയറി വന്നിട്ടുണ്ട്. മഴ പെയ്യുന്നത് ഫോൺ എടുത്ത് വെച്ചോണ്ടിരിക്കുന്ന നോക്കിയാൽ ഞാൻ പേടിച്ചിരിക്കുന്ന മരം വല്ലതും വന്ന് തലയിൽ കൂടെ വീഴുമെന്നാണ്. സോ സ്കേറി ഗൈസ്. അങ്ങനെ ഗൈസ് നല്ല ഉഗ്രം മഴ. മഴയത്ത് കഫിക്കാനയിൽ കോഫി കുടിക്കാൻ വേണ്ടി വന്ന ഞാൻ. എനിക്കെന്താ മറ്റേ പാസ്ത ഉണ്ടേ, എന്തോന്ന് പെസ്തോ ഹുമൂസ ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഇല്ലെങ്കിൽ മിക്കവാറും മഴയും കണ്ടിട്ട് ഞാൻ വീട്ടിൽ പോകും. ബൈ ഗൈസ്. ഉഗ്രം മഴ. എൻ്റെ അമ്മ അയ്യോ ഒരേ വെളി വന്നു കഴിഞ്ഞാൽ അപ്പം നനയും കേട്ടാ. രക്ഷയില്ല. ഉമ്മീ നനഞ്ഞത്. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ ഗൈസ്. അതിന് മുമ്പേ നനഞ്ഞ് കുളിച്ച്. ഇറ്റ്സ് ടു വിൻഡി. ഭയങ്കര കാറ്റ് ഗൈസ്. ഒറ്റയടിക്ക് നനഞ്ഞ് കുളിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് വെളിയിറങ്ങി നിന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഗൈസ്. ദിയ വന്ന ഐശ്വര്യം കറണ്ട് അടിച്ചു പോയി ഗൈസ്. ദിയ ഇസ് ലൈറ്റ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. അടിച്ചു പോയി ഗൈസ്. കറണ്ട് പോയി. വെളിയിൽ മിന്നല് ഇടിയും. ഇവള് വന്നത് മുതൽ പ്രകൃതി ശോഭിക്കുകയാണല്ലോ ഗൈസ്. ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവള്. ദിയ വന്നതോടുകൂടി ഇവിടുത്തെ ലൈറ്റ് പോയി. അതുകൊണ്ട് എനിക്ക് നോക്കിയാണ് ഭാഗ്യത്തിന് ഇവർക്ക് ജനറേറ്റർ ഉള്ളത് കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എവിടെ വന്ന് കയറിയ ഉടനെ ഇത് അടിച്ചു പോയി. കച്ചവടം മുടങ്ങാനുള്ളതായിരുന്നു. എന്തോ അടിക്കുന്ന ബെസ്റ്റ്. ആര് പറഞ്ഞത് ഫുൾ ഹൗസാണ് കേട്ടോ. കംപ്ലീറ്റ് ടേബിളും ഫുള്ളാണ്. അവൾ വന്ന് കയറിയ ഉടനെ ഏരിയയിലുള്ള കറണ്ട് മൊത്തം പോയി ഗൈസ്. ഞാൻ യൂസും കൂടെ പറഞ്ഞു. കൊള്ളാം. നല്ല യൂസു കുടിച്ചു നോക്കിയിട്ടുണ്ടോ? കുടിച്ചു നോക്കും. അത് പോസ് ചെയ്യാൻ മാത്രമേ അറിയാവുള്ളൂ. കുടിച്ചു നോക്കണ്ടേ വല്ലപ്പോഴും. നിനക്ക് എന്താണ് നിന്റെ ഫേവറേറ്റ്? എന്താണ് നീ കുടിക്കുന്നത്? ഫ്രഞ്ച് ടോസ്റ്റിൽ പോയിട്ട് വേറെ
കോസ്റ്റൽ മാച്ച് നല്ലതാണ്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഓരോ സ്ഥലത്തും ഓരോ ഡ്രിങ്ക്സ് ഉണ്ട്. എനിക്കിത് ഇഷ്ടമാണ് ഗൈസ്. കോൾഡ് ബ്രൂ ഇഷ്ടമാണ്. എവള് കോൾഡ് ബ്രൂ ഒന്നും കുടിക്കൂല. അതാണ് പ്രശ്നം. അടിച്ച ചായ മാത്രം. വെറൈറ്റി കോൾഡ് ബ്രൂ മാച്ച അതൊന്നും കുടിക്കൂല. ഞാൻ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. നമുക്ക് എന്തായാലും ഈ ജനിച്ച അന്ന് വരെ കുടിക്കണം ചായ വീണ്ടും കുടിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം. അത് ഇവിടെ ഓരോ ദിവസം ഓരോന്നാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. എവളെ കൊണ്ട് ഒരു കാര്യമില്ല. കഫിക്കാന കാര്യം എവളെ ഇനി ഇതിൻ്റെ അകത്ത് കയറ്റല്ലെന്നാണ് ഞാൻ പറയുന്നത്. എവളെ ഇവിടുന്ന് ബാൻ ചെയ്യണം ഗൈസ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോവാം. നല്ല സൂപ്പർ മഴ ഗൈസ്. വെളിയിലൊക്കെ നല്ല ഇടിയും മിന്നലും. ഇവിടെ കറണ്ടൊക്കെ പോയായിരുന്നു ഇടയ്ക്ക് വെച്ച്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ദിയ പോയി. അവൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഹായ് പറഞ്ഞിട്ട് പോയി. പിന്നെ ഇവരുമായിട്ട് കുറച്ച് നേരം കത്തിയൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഒന്ന് IPL കാണണം ഗൈസ്. ഗുജറാത്ത് വേഴ്സസ് SRH ആണെന്ന് തോന്നുന്നു. സോ ഇനിയിപ്പോൾ പോയി ഇരുന്ന് കളി കാണട്ടെ. നാളെ ഞാൻ പറഞ്ഞില്ല, നാളെ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. നാളെ 2 പരിപാടികളുണ്ട്. അത് രണ്ടിൽ ഏത് ചൂസ് ചെയ്യണം, അതോ രണ്ടും ജസ്റ്റ് പോയി തല കാണിക്കണോ എന്നൊക്കെ ഉള്ള ഒരു പരിപാടിയിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. നോക്കാം എന്തായാലും. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ അറിയാൻ പറ്റും ഗൈസ് എന്തൊക്കെയായിരുന്നു പരിപാടികൾ എന്നുള്ളത്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ ഗൈസ്. ബൈ ബൈ.